രാഹുൽ ഗാന്ധി കൊളുത്തിയ തീ കത്തി തൃശൂരിൽ വന്ന് ആളിക്കത്തുകയാണ്. പപ്പു എന്നും ജോക്കർ എന്നൊക്കെ രാഹുൽ ഗാന്ധി വിളിക്കുന്നവർ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ വോട്ട് എന്നത് നമ്മുടെ അവകാശമാണ്. 100% ലിറ്ററസി സർ എന്നൊരാൾ കേരളത്തെ കളിയാക്കിയപ്പോൾ ഉണ്ടായ ആവേശം ഈ കാര്യത്തിൽ ഇല്ലാത്തതിനാലാണ് നിരാശ. ഇനി തൃശ്ശൂരിന്റെ കാര്യം. കള്ളവോട്ടുകൾ ചേർത്തെന്ന് സ്ഥിരീകരിക്കുന്ന നിരവധി വാർത്തകളാണ് ഓരോ നിമിഷവും പുറത്തുവരുന്നത്. പൂങ്കുന്നത്ത് വീട്ടുടമ അറിയാതെ ഫ്ളാറ്റിന്റെ അഡ്രസ് വെച്ച് ചേർത്ത 9 വോട്ടുകളിലൂടെയാണ് തുടക്കം. പിന്നീട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ സഹോദരൻ സുഭാഷ് ഗോപിക്കും ഭാര്യയ്ക്കും ഇരട്ട വോട്ടുള്ളതായി കണ്ടെത്തുന്നു. കൊല്ലം, തൃശൂർ ലോക്സഭാ മണ്ഡലങ്ങളിലാണ് സുഭാഷ് ഗോപിക്കും ഇദ്ദേഹത്തിന്റെ ഭാര്യ റാണി സുഭാഷിനും വോട്ടുള്ളത്. തീർന്നില്ല. സുരേഷ് ഗോപിയുടെ ഡ്രൈവർ തിരുവനന്തപുരം സ്വദേശി അജയ്കുമാറിനും തൃശൂരിൽ വോട്ട് ചേർത്തിട്ടുണ്ടെന്നാണ് തെളിവുകൾ കാണിക്കുന്നത്. ഇതൊന്നും പോരാതെ ഇപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ പരാതി നൽകിയിരിക്കുകയാണ് KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം TN പ്രതാപൻ. സുരേഷ് ഗോപി 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപായിട്ടാണ് 115 നമ്പർ ബൂത്തിൽ ഏറ്റവും അവസാനമായി വോട്ട് ചേർത്തത്. വോട്ട് ചേർക്കുമ്പോൾ സ്ഥിര താമസക്കാരനാണെന്ന രേഖയും സത്യപ്രസ്താവനയും നൽകണം. ശാസ്തമംഗലം ഡിവിഷനിൽ സ്ഥിര താമസക്കാരനായ സുരേഷ് ഗോപി തൃശൂരിൽ നൽകിയ സത്യപ്രസ്താവനയും രേഖയും സത്യമല്ലെന്ന് ഇതോടെ തെളിഞ്ഞിരിക്കുകയാണ്. ഈ മാർഗത്തിലൂടെ സുരേഷ് ഗോപിയും സഹോദരനും ഉൾപ്പെടെ 11 പേരുടെ വോട്ടുകളാണ് ഒരേ വിലാസം കാണിച്ച് ഇത്തരത്തിൽ ചേർത്തതെന്നും TN പ്രതാപൻ ചൂണ്ടിക്കാട്ടി. അതേസമയം 75,000 വോട്ടിന് ജയിച്ച ആളാണ് സുരേഷ് ഗോപി. 11 വോട്ട് കള്ളവോട്ടാണെന്ന് തന്നെ ഇരിക്കട്ടെ, അദ്ദേഹത്തിന്റെ ജയം ഇല്ലാതാവുമോ എന്ന പ്രസ്താവന പുറത്തിറക്കിയിരിക്കുകയാണ് BJP നേതാവായ V മുരളീധരൻ. ഇനി ഡ്രൈവറുടെ വോട്ട് ചേർത്തെങ്കിൽ അതിനുത്തരം ഡ്രൈവർ തന്നെ പറയണമെന്നും അദ്ദേഹം പറയുന്നു. പക്ഷേ കോലാഹലങ്ങൾ ഇത്രയായിട്ടും ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതു മുതൽ ഇന്ന് വരെ തൃശൂർ MP സുരേഷ് ഗോപി മിണ്ടിയിട്ടില്ല.